ഹായ് വ്യൂവേഴ്സ്, അടുത്തതായി റിസർച്ചിൻ്റെ സിഗ്നിഫിക്കൻസും അതുപോലെ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിസർച്ച് ഇൻകൾക്കേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡക്റ്റീവ് തിങ്കിങ്. റിസർച്ചിൻ്റെ നേച്ചർ പഠിപ്പിച്ചപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയതാണ്. റിസർച്ച് ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇമ്പോർട്ടൻസിലേക്ക് വരുമ്പോൾ റിസർച്ച് ഇൻകൾക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുത്തുക. എന്ത് ബോധ്യപ്പെടുത്തുന്നു? ദ ഇമ്പോർട്ടൻസ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡക്റ്റീവ് തിങ്കിങ്. ശാസ്ത്രീയപരമായിട്ടും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനത്തിൽ എത്തുന്നതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചാണ് റിസർച്ച് ബോധ്യപ്പെടുത്തുന്നത്. റിസർച്ചിൻ്റെ പ്രോസസ്സിൽ കൂടെ തന്നെയും കടന്നു പോകുമ്പോൾ ഒരു റിസർച്ചർ സയൻറ്റിഫിക്കും അതുപോലെ ഇൻഡക്റ്റീവ് തിങ്കിങ്ങിലൂടെയുമാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ റിസർച്ച് പ്രോസസ്സിലൂടെ അത് ഉറപ്പിക്കുകയാണ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡക്റ്റീവ് തിങ്കിങ്ങിൻ്റെ പ്രാധാന്യം. അടുത്തതായി, ഇറ്റ് ഈസ് അപ്ലൈഡ് ടു എക്കണോമിക്സ് വെദർ റിലേറ്റഡ് ടു ബിസിനസ് ഓർ ടു ദ എക്കണോമി ആസ് എ ഹോൾ. മാനേജറൽ എക്കണോമിക്സ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. മാനേജറൽ എക്കണോമിക്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇക്കണോമിക്സിൻ്റെ തിയറീസും പ്രിൻസിപ്പിൾസും ഏതെങ്കിലും ഒരു ഫേം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു അതിനെക്കുറിച്ചാണ് മാനേജറൽ എക്കണോമിക്സിൽ പഠിച്ചത്. അപ്പോൾ ഇക്കണോമിക്സിൽ ഏറ്റവും അധികം സാധ്യതയുള്ളൊരു കാര്യമാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇക്കണോമിക്സിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങളിൽ ഇക്കണോമിക്സിനെ എങ്ങനെ ഉപയോഗിക്കാം, അപ്പോൾ അത്തരത്തിലൊരു റിസർച്ച് ചെയ്യാം. ഇനി അത് കൂടാതെ ഒരു രാജ്യത്തിൻ്റെ തന്നെയും ഇക്കണോമിയിൽ എന്തെല്ലാം രീതിയിൽ ഇക്കണോമിക്സിൻ്റെ തിയറീസിനെ അപ്ലൈ ചെയ്യാം, അത്തരം കാര്യങ്ങളിലും റിസർച്ച് ചെയ്യുവാൻ സാധ്യമാണ്. റിസർച്ചിന് വളരെയേറെ സാധ്യതയുള്ളൊരു മേഖലയാണ് ഇക്കണോമിക്സ്. അടുത്തതായി, ഇറ്റ് പ്രൊവൈഡ്സ് ബേസിസ് ഫോർ നിയർലി ഓൾ ഗവൺമെൻറ് പോളിസീസ്. ഒരുമാതിരി എല്ലാ ഗവൺമെൻറ് പോളിസീസും ഫ്രെയിം ചെയ്യപ്പെടുന്നത് റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏതൊക്കെ മേഖലകൾക്ക് എത്ര തുക അലോക്കേറ്റ് ചെയ്യണം, അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഏതൊക്കെ മേഖലകളിൽ ശ്രദ്ധിക്കണം, ഇതൊക്കെയും റിസർച്ചിൻ്റെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്, ഒട്ടുമിക്ക ഗവൺമെൻറ്റും പോളിസീസ് എടുക്കുന്നത് റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ്. അടുത്തതായി, ഇറ്റ് ഹാസ് ഇറ്റ്സ് സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ഇൻ സോൾവിങ് വേരിയസ് പ്രോബ്ലംസ് ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രീസ്. നേരത്തെ പറഞ്ഞു എക്കണോമിക്സിൽ റിസർച്ച് അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ അതുപോലെ തന്നെയും ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലും വരുന്ന നിരവധി പ്രോബ്ലംസ്, അതിനൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കുവാനും റിസർച്ചിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് ഓപ്പറേഷൻസ് റിസർച്ച്. മാത്തമാറ്റിക്സിനെ കോസ്റ്റ് മിനിമൈസേഷന് വേണ്ടിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നതാണ് ഓപ്പറേഷൻസ് റിസർച്ച്. മോട്ടിവേഷൻ റിസർച്ച് ആണെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്നതാണ്. പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൻ്റെ പുറകിലുള്ള മോട്ടീവ്സും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൺസ്യൂമേഴ്സ് ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് മോട്ടിവേഷണൽ റിസർച്ച്. ഇത് ഉദാഹരണങ്ങൾ മാത്രം. ഇങ്ങനെ നിരവധി ആപ്ലിക്കേഷൻസ് ബിസിനസ്സിലും ഇൻഡസ്ട്രീസിലും ഉണ്ട്. അടുത്തതായി, ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫോർ സോഷ്യൽ സയൻറ്റിസ്റ്റ് ഇൻ അനലൈസിങ് സോഷ്യൽ റിലേഷൻഷിപ്സ് ആൻഡ് ഇൻ സീക്കിംഗ് ആൻസേഴ്സ് ടു വേരിയസ് സോഷ്യൽ പ്രോബ്ലംസ്. അടുത്തതായി, റിസർച്ചിൻ്റെ പ്രാധാന്യം കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ റിസർച്ചിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് സോഷ്യൽ സയൻറ്റിസ്റ്റുകളാണ്, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരാണ്.
സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നതിനും അതുപോലെ സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടുപിടിക്കുന്നതിനും ഉത്തരം കണ്ടുപിടിക്കുന്നതിനും സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ റിസർച്ചിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലുള്ള ആൾക്കാരെ പഠിക്കണമെന്ന് വിചാരിക്കുക, അവരുടെ ജീവിതശൈലിയെക്കുറിച്ച് പഠിക്കണമെന്ന് വിചാരിക്കുക. അത് ഒരിക്കലും കേട്ടറിവ് കൊണ്ടോ അല്ലെങ്കിൽ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ല. സോഷ്യൽ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അവിടെ ചെന്ന് റിസർച്ച് നടത്തിയാണ് ആ ഒരു പ്രത്യേക മേഖലയിലെ ആൾക്കാരുടെ ജീവിത രീതിയെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ സോഷ്യൽ സയൻറ്റിസ്റ്റും അതായത് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ധാരാളമായിട്ട് റിസർച്ചിന് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് റിസർച്ചിൻ്റെ പ്രാധാന്യങ്ങൾ. അടുത്തതായി ഒബ്ജക്റ്റീവ്സ് ഓർ പർപ്പസസ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റിസർച്ച് എക്സ്റ്റെൻസ് ദ നോളജ്. എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപ്തി വർദ്ധിപ്പിക്കുക. മനുഷ്യൻ്റെ അറിവിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് റിസർച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട പർപ്പസ്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ധാരാളം സയൻറ്റിസ്റ്റുകൾ, ധാരാളം റിസർച്ചേഴ്സ് പഠനം നടത്തിയിട്ട് അവരുടെ റിസർച്ച് ഫൈൻഡിങ്സ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വായിക്കുക വഴി അത് വായിക്കുന്നവരുടെയും അറിവ് വർദ്ധിക്കുകയാണ്. ധാരാളം പ്രതിഭാസങ്ങളെക്കുറിച്ച് അതെന്താണ്, എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം പഠനം നടത്തിയിട്ട് അതിൻ്റെ ഫൈൻഡിങ്സ് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് വായിക്കുക വഴി അത് വായിക്കുന്നവർക്കും മനസ്സിലാകുകയാണ് ആ പ്രതിഭാസമൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ അറിവിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് റിസർച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട പർപ്പസാണ്. അടുത്തതായി റിസർച്ച് അൺറെവൽസ് ദ മിസ്റ്ററീസ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺറെവൽസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വെളിച്ചത്ത് കൊണ്ടുവരിക. ധാരാളം മിസ്റ്ററീസ് എന്ന് പറഞ്ഞാൽ പല നിഗൂഢതകൾ. ഇന്ന് നമുക്ക് മനസ്സിലാകാത്ത ധാരാളം നിഗൂഢതകൾ പ്രകൃതിയിലുണ്ട്. നമുക്ക് ചുറ്റും ഇപ്പോഴും ഉണ്ടത്. നമുക്ക് മനസ്സിലാകാത്ത നിരവധി കാര്യങ്ങൾ. ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ വായിച്ചിട്ടും അതുപോലെ പഠിച്ചറിഞ്ഞിട്ടും ഒക്കെയുമുണ്ട്. പക്ഷെ ഇപ്പോഴും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതിലും അപ്പുറത്തും എന്തോ ഉണ്ട്. അത് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് ധാരാളം സയൻറ്റിസ്റ്റുകൾ ഇപ്പോഴും അതിനെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇതുവരെയും മനസ്സിലാക്കാൻ കഴിയാത്ത പല നിഗൂഢതകളുടെയും സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതും റിസർച്ചിൻ്റെ പർപ്പസാണ്. അടുത്തതായി റിസർച്ച് എസ്റ്റാബ്ലിഷസ് ജനറലൈസേഷൻസ് ആൻഡ് ജനറൽ ലോസ് ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു തിയറി ബിൽഡിംഗ് ഇൻ വേരിയസ് ഫീൽഡ്സ് ഓഫ് നോളജ്. മാനേജ്മെൻറ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ധാരാളം തിയറീസ് ഉണ്ട്. ലോ ഓഫ് ഡിമാൻഡ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, മോട്ടിവേഷൻ തിയറീസ്, പേഴ്സണാലിറ്റി തിയറീസ്, അങ്ങനെ എത്രയോ തിയറീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പലരുടെയും റിസർച്ചിൻ്റെ ഫലമായിട്ടാണ് ഈ തിയറീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടത്. ഈ തിയറീസൊക്കെ ജനറലായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ഇതെല്ലാം ഏതൊരു ഓർഗനൈസേഷനിലും ആപ്ലിക്കബിൾ ആണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ലോകത്ത് എവിടെയും അപ്ലൈ ചെയ്യുന്ന ഒന്നാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൽ വ്യത്യാസം വരുന്നു എന്ന് മാത്രം. ചില പ്രോഡക്ട്സിൻ്റെ നേച്ചർ അനുസരിച്ച് അതിൽ വ്യത്യാസം വരുന്നു എന്ന് മാത്രം. ആ വ്യത്യാസം എന്താണെന്ന് ലോ ഓഫ് ഡിമാൻഡിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ജനറലായിട്ട് അപ്ലൈ ചെയ്യാവുന്ന പല തിയറീസിൻ്റെയും ഫോർമുലേഷൻ റിസർച്ചിൻ്റെ മറ്റൊരു പർപ്പസാണ്. അപ്പോൾ അങ്ങനെ നിയമങ്ങളുണ്ടെങ്കിൽ, അങ്ങനെ കുറച്ച് തിയറീസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഓർഗനൈസേഷൻസിന് ഫങ്ഷൻ ചെയ്യാൻ. ആ തിയറിയുടെ ബേസിസിൽ അവർക്ക് പോളിസീസൊക്കെ ഫ്രെയിം ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് സാധിക്കും. ഇനി അടുത്തതായി റിസർച്ച് വെരിഫൈസ് ആൻഡ് ടെസ്റ്റ് എക്സിസ്റ്റിംഗ് ഫാക്ട്സ് ആൻഡ് തിയറി ആൻഡ് ദീസ് ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് അവർ നോളജ്. അടുത്തതായി നിലവിലുള്ള
വസ്തുതകളെയും നിലവിലുള്ള തിയറീസും ശരിയാണോ എന്ന് പരിശോധിക്കുക. അതും റിസർച്ചിൻ്റെ ഒരു പർപ്പസാണ്. ഇപ്പോൾ മോട്ടിവേഷൻ തിയറീസിൻ്റെ കാര്യം തന്നെ എടുക്കാം. ആദ്യം ഫോർമുലേറ്റ് ചെയ്ത മോട്ടിവേഷൻ തിയറി എല്ലാവരും അതേപോലെ അക്സെപ്റ്റ് ചെയ്യുകയല്ല ചെയ്തത്. അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് അടുത്ത തിയറി ഫോർമുലേറ്റ് ചെയ്തു. വീണ്ടും അതിനെയും ക്രിറ്റിസൈസ് ചെയ്ത് അടുത്ത തിയറി ഫോർമുലേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഒട്ടുമിക്ക തിയറീസും ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത്, മാനേജ്മെൻ്റ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും. അപ്പോൾ ഇത്തരത്തിൽ നിലവിലുള്ള തിയറീസ്, നിലവിലുള്ള വസ്തുതകളെയൊക്കെ വെരിഫൈ ചെയ്യുകയും അതിനെ വീണ്ടും ടെസ്റ്റ് ചെയ്യുകയും വഴി അറിവ് പിന്നെയും വർദ്ധിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ നിലവിലുള്ള വസ്തുതകളാണ് ശരിയെന്ന് ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ വീണ്ടും അതിൽ പഠനം നടത്തി കഴിയുമ്പോൾ പിന്നെയും എന്താണ്, നമ്മളുടെ അറിവ് വർദ്ധിക്കുകയാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങളുണ്ടോ എന്ന രീതിയിൽ നമ്മളുടെ അറിവിൻ്റെ വ്യാപ്തി അവിടെ വർദ്ധിപ്പിക്കുകയാണ്. അടുത്തതായി, ജനറൽ ലോസ് ഡെവലപ്ഡ് ത്രൂ റിസർച്ച് മേ എനേബിൾ ഇറ്റ് ടു മേക്ക് റിലയബിൾ പ്രഡിക്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസിൽ ഒന്നാണ് ജനറൽ ലോസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ റിസർച്ചിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ജനറൽ ലോസിൻ്റെ സഹായത്തോടുകൂടെ ഓർഗനൈസേഷൻസിന് ചില റിലയബിൾ ആയിട്ടുള്ള പ്രഡിക്ഷൻസ് ഒക്കെ നടത്താം. ഇപ്പോൾ റിലയബിൾ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? വിശ്വാസയോഗ്യമായിട്ടുള്ളത്, ശരിയായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഒരു കമ്പനിക്ക് അതിൻ്റെ സെയിൽസ് എങ്ങനെയാകുമെന്ന്, അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാകണമെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമ്പനിക്ക് ഇക്കണോമിക്സിൽ ധാരാളം ടൂൾസ് ഉണ്ട്. ഇക്കണോമിക്സിൽ ആ ടൂൾസ് അല്ലെങ്കിൽ ആ തിയറീസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനിക്ക് അവരുടെ സെയിൽസിൻ്റെ ട്രെൻഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്തതായി, റിസർച്ച് എയിംസ് ടു അനലൈസ് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആൻഡ് ടു ഡിറൈവ് കോസൽ റിലേഷൻഷിപ്സ്. ഇവിടെ വേരിയബിൾസ് എന്ന് പറഞ്ഞൊരു കാര്യം വന്നു. എന്താണ് വേരിയബിൾസ്? ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഒരു ഓർഗനൈസേഷൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് നൽകുകയാണ്. അഡ്വർടൈസ്മെൻറ്റ് നൽകിയതിന് ശേഷം ആ ഓർഗനൈസേഷന് ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് ഒന്ന് അറിയണമെന്ന് ആഗ്രഹം. അപ്പോൾ കമ്പനി ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് എത്രയാണെന്ന് സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റിന് ശേഷം എന്ത് മാറ്റമാണ് സെയിൽസിൽ ഉണ്ടായത്. കാരണം അഡ്വർടൈസ്മെൻറ്റ് ധാരാളം പണം കൊടുത്തിട്ടാണ് നൽകുന്നത്. അപ്പോൾ ആ എക്സ്പെൻഡിച്ചറിനനുസരിച്ച് സെയിൽസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ ഇല്ലയോ എന്ന് അറിയണം. അതിനെയാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പഠനത്തിൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യുക എന്നുള്ള ആ പഠനത്തിൽ വേരിയബിൾസ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റും സെയിൽസുമാണ്. മനസ്സിലായോ? അഡ്വർടൈസ്മെൻറ്റ്സും സെയിൽസുമാണ് നമ്മുടെ ഇവിടുത്തെ എക്സാമ്പിളിലെ വേരിയബിൾസ്. ഇവിടെ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും സെയിൽസ് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സെയിൽസ് അഡ്വർടൈസ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റ് പക്ഷേ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നമ്മളുടെ ഇവിടുത്തെ ഈ പഠനത്തിൽ അഡ്വർടൈസ്മെൻറ്റ് മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കുവാൻ റിസർച്ചിനെ ഉപയോഗിക്കാം. ഇതെങ്ങനെ പരസ്പരം റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു, എങ്ങനെയാണ് അഡ്വർടൈസ്മെൻറ്റ് സെയിൽസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഇമ്പാക്റ്റാണ് അത് സെയിൽസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുവാൻ റിസർച്ച് സഹായിക്കും. ഇനി മറ്റൊന്ന്, ടു ഡിറൈവ് കോസൽ റിലേഷൻഷിപ്സ്. കോസൽ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് എക്സാമ്പിളായിട്ട് എടുക്കാം. ലോ ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൈസ് കൂടുന്തോറും ഡിമാൻഡ് കുറയുന്നു. ഇനി പ്രൈസ് കുറയും തോറും ഡിമാൻഡ് വർദ്ധിക്കുന്നു. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ്. ഇവിടെ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുവാനുള്ള കാരണം പ്രൈസ് കുറയുന്നതാണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുവാനുള്ള കാരണം പ്രൈസ് കുറയുന്നതാണ്.
അതാണ് അതിൻ്റെ കോസ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയാനുള്ള കാരണം പ്രൈസ് കൂടുന്നതും ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടാനുള്ള കാരണം പ്രൈസ് കുറയുന്നതുമാണ്. അപ്പം ആ ഡിമാൻഡ് കൂടുന്നതിൻ്റെയും കുറയുന്നതിൻ്റെയും കോസ് പ്രൈസിലുണ്ടാകുന്ന വേരിയേഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതിനെയാണ് കോസൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. അടുത്തതായി, അപ്ലൈഡ് റിസർച്ച് എയിംസ് അറ്റ് ഫൈൻഡിങ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ്. ഇനി അപ്ലൈഡ് റിസർച്ച് എന്താണെന്ന് നോക്കാം. ഒരു സ്ഥലത്ത് കമ്മ്യൂണൽ ഹാർമണി ഇല്ല. കമ്മ്യൂണൽ ഹാർമണി ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും അവിടുത്തെ ജനവിഭാഗങ്ങൾ എപ്പോഴും എന്താണ്, സംഘർഷത്തിലാണ്, പരസ്പരം ചേരാത്ത ഒരവസ്ഥ. അപ്പോൾ അതിനെക്കുറിച്ച് അവിടുത്തെ ഗവൺമെൻറ് അതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരു റിസർച്ച് ഏജൻസി ഏൽപ്പിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് ആ ഒരു സ്ഥലത്ത് ഒരിക്കലും കമ്മ്യൂണൽ ഹാർമണി ഇല്ലാത്തത്? അപ്പോൾ ആ റിസർച്ചർ അവിടുത്തെ കമ്മ്യൂണൽ ഹാർമണി ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നത് അതിൻ്റെ കാരണം അറിയുവാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ഗവൺമെൻറ് അവരെ ഈ ഒരു വിഷയം പഠിപ്പിക്കാൻ, ഒരു പഠനം നടത്തുവാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് കമ്മ്യൂണൽ ഹാർമണി ഇല്ലാത്തതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതിനൊരു പരിഹാരം കൂടെ നിർദ്ദേശിക്കുവാനാണ്. അപ്പോൾ ഇവിടെ റിസർച്ചിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് ആ സൊല്യൂഷൻസ് അവിടെ അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്, ആ പ്രദേശത്ത് അത് അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്, അപ്ലൈ ചെയ്ത് അവിടെ ഒരു കമ്മ്യൂണൽ ഹാർമണി വരുത്തുവാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള പഠനങ്ങളെയാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് നടത്തി ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി അതവിടെ അപ്ലൈ ചെയ്യുകയാണ്. അല്ലാതെ വെറുതെ ഒരു കാര്യം അറിയുവാൻ വേണ്ടിയിട്ടല്ല. വെറുതെ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ചിനെ നമ്മൾ പ്യുവർ റിസർച്ച്, ഫണ്ടമെൻ്റൽ റിസർച്ച്, ബേസ് റിസർച്ച് എന്നൊക്കെ പറയും. ഇനി അടുത്തതായി, റിസർച്ച് ഓൾസോ എയിംസ് അറ്റ് ഡെവലപ്പിംഗ് ന്യൂ ടൂൾസ്, കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ഫോർ ബെറ്റർ സ്റ്റഡി ഓഫ് അൺനോൺ ഫിനോമിന. ഇനി നമുക്ക് ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ പുതിയ പുതിയ ടൂൾസ്, അതിനെക്കുറിച്ചുള്ള പുതിയ പുതിയ കോൺസെപ്റ്റുകൾ, തിയറീസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ടും റിസർച്ചിനെ ഉപയോഗിക്കാം. അതൊക്കെയും റിസർച്ചിൻ്റെ പർപ്പസാണ്. അടുത്തതായി, റിസർച്ച് എയ്ഡ്സ് പ്ലാനിങ് ആൻഡ് ദസ് കോൺട്രിബ്യൂട്ട്സ് ഇൻ ടു നാഷണൽ ഡെവലപ്മെൻറ്റ്. റിസർച്ചിൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റാണ്, ഒരു രാജ്യത്തിൻ്റെ വികസനം തന്നെയാണ്. റിസർച്ചിൻ്റെ പല ടോപ്പിക്സുകളും സാമൂഹ്യ പ്രസക്തിയുള്ളതാണ്, രാജ്യത്തിൻ്റെ വികസനവുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ രാജ്യത്തിൻ്റെ വികസനവുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളിൽ പഠനം നടത്തുകയും അതൊക്കെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതും റിസർച്ചിൻ്റെ വളരെ പ്രധാനപ്പെട്ട പർപ്പസുകളിലൊന്നാണ്.